നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ഏഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണം ഇനി CBI അന്വേഷിക്കും. ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. കൂടാതെ നവീൻ ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകാനും തീരുമാനമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് ഉത്തരവ് ഇന്ന് തന്നെ പുറത്തിറക്കാനുള്ള സാധ്യതയുണ്ട്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് നടപടി. അതായത് ആശ്രിത നിയമനം നൽകണം, ഏതെങ്കിലും ഒരു മകൾക്ക് ജോലി നൽകണമെന്നും അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അന്ന് VD സതീഷിനെ കാണാൻ വന്നപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് ആശ്രിത നിയമനം നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് വിവാദമാക്കാൻ പലരും രംഗത്ത് വരും. പക്ഷേ ഈ ആശ്രിത നിയമനം എന്നത് സർക്കാർ സർവീസിൽ ജോലിയിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ കുടുംബത്തിന് സാമ്പത്തിക ആശ്വാസം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയിട്ടുള്ള ഒരു പ്രത്യേക സമാശ്വാസ തൊഴിൽദാന പദ്ധതിയാണ്. അപ്രതീക്ഷിതമായി കുടുംബത്തിന്റെ വരുമാന മാർഗം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അടിയന്തര ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണ് ഈ പദ്ധതി സഹായിക്കുന്നത്. സാധാരണയായി മരണപ്പെട്ട ജീവനക്കാരന്റെ പങ്കാളി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മക്കൾ അല്ലെങ്കിൽ നിയമപരമായ ദത്തുപുത്രൻ അല്ലെങ്കിൽ ദത്തുപുത്രി എന്നിവരെയാണ് ആശ്രിതരായി പരിഗണിക്കുന്നത്. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്നും സുപ്രീം കോടതി ചരിത്രപരമായ വിധിയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവാഹിതരായ സ്ത്രീകൾ കുടുംബം എന്ന നിർവചനത്തിന് പുറത്താകില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേരള സർക്കാർ സർവീസിൽ ആശ്രിത നിയമനത്തിന് അപേക്ഷിക്കുന്ന കുടുംബങ്ങൾക്ക് നിശ്ചിത വരുമാന പരിധി ബാധകമാക്കിയിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ സർവീസിൽ ഇത്തരം നിയമനങ്ങൾക്ക് പ്രത്യേക വരുമാന പരിധി നിശ്ചയിച്ചിട്ടില്ല. കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ കുടുംബം മുഖ്യമന്ത്രി VD സതീഷിനെ കണ്ടിരുന്നു. UDF സർക്കാർ CBIക്ക് വിടുന്ന ആദ്യത്തെ കേസാണിത്. മുൻ സർക്കാരിന്റെ കാലത്ത് CBIക്ക് നേരിട്ട് കേസ് ഏറ്റെടുക്കാനുള്ള പൊതു അനുമതി റദ്ദാക്കിയിരുന്നതിനാൽ സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രത്യേക ശുപാർശ കേന്ദ്ര ഏജൻസിയുടെ കടന്നുവരവിനും അനിവാര്യമായിരുന്നു. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഈ നീക്കം CPM കേന്ദ്രങ്ങളെയും പ്രതിരോധത്തിലാക്കുമെന്ന് ഉറപ്പാണ്. കാരണം പോലീസ് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ PP ദിവ്യയാണ് ഏക പ്രതി. 13 സാക്ഷികളെ പുതുതായി ചേർത്ത നവീൻ ബാബു കേസിന്റെ തുടരന്വേഷണ റിപ്പോർട്ട് പോലീസ് അടുത്തിടെ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരെയാണ് സാക്ഷി പട്ടികയിൽ പുതുതായി ചേർത്തിരിക്കുന്നത്. ADMന്റെ ക്വാർട്ടേഴ്സിന് സമീപത്തെ CCTV ദൃശ്യങ്ങളുടെ പൂർണ്ണ ഭാഗവും ഹാജരാക്കി. ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പിക്കാൻ ശാസ്ത്രീയ പരിശോധന വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിലാണ് കണ്ണൂർ ടൗൺ പോലീസ് തുടരന്വേഷണം നടത്തി വിചാരണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ADM നവീൻ ബാബുവിനെതിരെ ഉയർന്ന പരാതിയിലും വിജിലൻസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു തുടരന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ കോടതിയെ സമീപിച്ചത്. 2024 ഒക്ടോബർ 15 പുലർച്ചെയാണ് നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നവീൻ ബാബു മരിച്ച കേസ് CBIക്ക് വിട്ടതിന് പിന്നാലെ PP ദിവ്യയെ അനുകൂലിച്ചും നവീൻ ബാബുവിനെ വിമർശിച്ചും പത്തനംതിട്ടയിലെ CPM നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട്. നവീൻ ബാബു ജീവൻ ഒടുക്കിയത് കുറ്റബോധം കൊണ്ടാണെന്നും യാത്രയപ്പ് യോഗത്തിൽ അനുവാദമില്ലാതെ കയറി ചെന്നു എന്ന തെറ്റു മാത്രമാണ് PP ദിവ്യ ചെയ്തതെന്നും ദിവ്യ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരാൾ ആത്മഹത്യ ചെയ്യില്ലെന്നും CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PB ഹർഷകുമാർ പറഞ്ഞു. ഫേസ്ബുക്കിലായിരുന്നു പ്രതികരണം. ദിവ്യ തെറ്റുകാരിയല്ല. പെട്രോൾ പമ്പിനായി PP ദിവ്യ ശുപാർശ ചെയ്തു. ശുപാർശയിൽ നവീൻ ബാബു തീരുമാനമെടുത്തില്ല. ഒരു സുപ്രഭാതത്തിൽ പെട്രോൾ പമ്പ് വിഷയത്തിൽ തീരുമാനമെടുത്തു. അനഭിലഷണീയമായ മാർഗത്തിലൂടെ അനുമതി നൽകിയതായി ദിവ്യ അറിഞ്ഞുവെന്നും CBI അന്വേഷണം കൊണ്ട് ഒരു കാര്യവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടായാൽ ഭരണകർത്താക്കൾ ചോദ്യം ചെയ്യും. വൈകാരികമായ പ്രശ്നങ്ങളെ സമീപിക്കുന്ന മാധ്യമങ്ങളും ഒരു ജനതയുമാണ് ഇന്ന് കേരളത്തിലുള്ളതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കുറ്റബോധം കൊണ്ടാണ് നവീൻ ബാബു അദ്ദേഹം അങ്ങനെ ചെയ്തതെങ്കിൽ എന്ത് കുറ്റമാണ് അദ്ദേഹം ചെയ്തതെന്ന് കൃത്യമായിട്ട് ഈ പറയുന്ന ആളുകൾക്ക് വിവരിക്കാൻ സാധിക്കണം. അത്തരത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും അതിന് തക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കുമോ? അതുമില്ല. ഇപ്പോൾ ഈ PP ദിവ്യ അടക്കം ആരോപിക്കുന്ന കൈക്കൂലി വിവാദങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനുപോലും തെളിവുകൾ ഹാജരാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷണങ്ങളും ചില ചോദ്യങ്ങളും ഇപ്പോഴും നമുക്ക് ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു. ADM നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷണത്തിന് വിടാനുള്ള സർക്കാരിൻ്റെ തീരുമാനം വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. CBI അന്വേഷണം വഴി സത്യം പുറത്തു വരുമോ? ആർക്കാണ് യഥാർത്ഥത്തിൽ നീതി ലഭിക്കുക എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. വാളയാർ കേസ് പോലെ പൊതുബോധത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല അപ്രിയ സത്യങ്ങളും മറച്ചുവെക്കാൻ ഭരണകൂടവും പോലീസും ഒരുപക്ഷെ ശ്രമിച്ചേക്കാം. ഒടുവിൽ വാളയാറിലെ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ CBIയുടെ ഇടപെടൽ വേണ്ടി വന്നതുപോലെ
നവീൻ ബാബു കേസിലും ഒരു അന്തിമ സത്യം പുറത്തു വരാൻ കാത്തിരിക്കേണ്ടി വരും. ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ, നവീൻ ബാബുവിന്റെ ആത്മഹത്യ ഒരു വ്യക്തിയുടെ മാനസിക സംഘർഷത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം കാണാൻ. താൻ കെട്ടിപ്പടുത്തിയ വ്യക്തിത്വവും പ്രതിച്ഛായയും തകർന്നു പോകുമെന്ന അപമാന ഭയമായിരിക്കാം അദ്ദേഹത്തെ ഈ കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത്. ജീവിതത്തിൽ അപൂർവമായി മാത്രം സംഭവിച്ചേക്കാവുന്ന പിഴവുകൾ പെട്ടെന്ന് പുറത്തറിയുമ്പോൾ അത് നേരിടാനുള്ള മാനസിക ബലം പലർക്കും ഉണ്ടാകണമെന്നില്ല. അഴിമതിയുടെ വലിയ ചരിത്രമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നിരിക്കാം. പക്ഷേ അവസാന കാലത്ത് സംഭവിച്ച ചെറിയൊരു വീഴ്ച തിരിച്ചറിയപ്പെട്ടപ്പോൾ അദ്ദേഹം തകർന്നുപോയി. ദിവ്യയുടെ ഭാഗത്തെ പിഴവ്, ഈ വിഷയത്തിൽ പി ദിവ്യയുടെ സമീപനം ഒരു പക്വത കുറവായി തന്നെ വിലയിരുത്തണം. അധികാരം കയ്യിലുണ്ടായിട്ടും ഒരു യാത്രയപ്പ് വേദിയിൽ വെച്ച് അഴിമതിയെക്കുറിച്ച് പരസ്യമായി പ്രഖ്യാപിച്ച് അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ പൂർണ്ണമായി തകർക്കുന്ന രീതിയിൽ സംസാരിച്ചത് അമിതമായ ധാർമ്മിക രോഷം മൂലമാണ്. ആ ഒരു ഭീഷണി അദ്ദേഹത്തെ മാനസികമായി പൂർണ്ണമായി തകർത്തു. മികച്ച ഭരണപാഠവുമുള്ള, ഭാവിയിൽ വലിയ അവസരങ്ങൾ ഉണ്ടായിരുന്ന ഒരു നേതാവായിരുന്നിട്ടും ആ നിമിഷത്തെ സംയമനമില്ലായ്മ അവരെയും വലിയൊരു പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടു. അവർ മറ്റൊരു രാഷ്ട്രീയ പക്ഷത്തായിരുന്നുവെങ്കിൽ പൊതുസമൂഹം ഇതിനെ എങ്ങനെയായിരിക്കും സമീപിക്കുക എന്നതും ചിന്തിക്കേണ്ടതാണ്. CBI അന്വേഷണത്തിന്റെ ഫലം, CBI അന്വേഷണത്തിലൂടെ നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യ തന്നെയാണെന്ന നിഗമനത്തിലായിരിക്കും എത്തിച്ചേരുക. എന്നാൽ ആ ആത്മഹത്യയിലേക്ക് അദ്ദേഹത്തെ നയിച്ച കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ പുറത്തു വരുന്നത് അദ്ദേഹം ഭയന്ന കാര്യങ്ങൾ തന്നെയായിരിക്കാം. സത്യം പുറത്തു വരുന്നത് അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കുമെങ്കിലും അതെങ്ങനെ ദിവ്യയ്ക്ക് കൂടി ഒരു പാഠമാകുന്നു എന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കേസ് CBIക്ക് വിട്ടതോടെ CPM കണ്ണൂർ ജില്ലാ നേതൃത്വവും പ്രതിക്കൂട്ടിലാവുകയാണ്. പി ദിവ്യയെ സംരക്ഷിക്കാൻ മുൻ സർക്കാർ ശ്രമിച്ചെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് പുതിയ തീരുമാനത്തോടെ കൂടുതൽ ബലം ലഭിക്കും. യാത്രയപ്പ് ചടങ്ങിലേക്ക് ദിവ്യയെ എത്തിച്ചതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? പെട്രോൾ പമ്പ് വിവാദത്തിന് പിന്നിൽ യഥാർത്ഥ ബിനാമി ഇടപാടുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിലേക്കും CBI അന്വേഷണം നീളും. നവീൻ ബാബുവിന്റെ മകൾക്ക് ആശ്രിത നിയമനം നൽകിയതിലൂടെ കുടുംബത്തോടുള്ള അനുഭാവം പ്രകടിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിനും അപ്പുറം മരണത്തിന് കാരണക്കാരായ CPM ഉന്നതരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് വരും ദിവസങ്ങളിലെ പ്രധാന വെല്ലുവിളി.